الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ധാരാളം വൈവിധ്യങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അത്യത്ഭുതകരമാണ്. ഓരോ സൃഷ്ടിയെക്കുറിച്ചും ചിന്തിച്ചാൽ, ദൃശ്യപ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ തന്നെ വൈവിധ്യങ്ങളുടെ, അത്ഭുതങ്ങളുടെ കലവറയായി നമുക്കതിനെ കാണുവാൻ സാധിക്കും. വിവിധ വലിപ്പത്തിൽ, വ്യത്യസ്ത വർണ്ണങ്ങളിൽ, പല പല സവിശേഷതകളോടുകൂടി അള്ളാഹുവിന്റെ സൃഷ്ടികൾ അനേകായിരമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുന്നവനാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും വഹുവൽ ഖല്ലാഖുൽ അലീം. അള്ളാഹുവിന്റെ ആ പ്രത്യേകമായ വിശേഷണത്തെയും നാമത്തെയും മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ച ഒരു സംഗതിയാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ പടച്ചറബ് അള്ളാഹു അല്ലയോ? ബിഖാദിരിൻ, അവൻ കഴിവുറ്റവനല്ലേ?
അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഈ മനുഷ്യന്മാരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ. ബല, അതെ, അറിയുന്ന പഠിക്കുന്ന ആളുകളൊക്കെ സമ്മതിക്കും. വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുന്ന സർവജ്ഞാനിയാണ് എന്ന്. അള്ളാഹുവിന്റെ ഖാലിഖ് എന്ന നാമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഖല്ലാഖ് എന്നൊരു നാമം പണ്ഡിതന്മാർ വിശദീകരിച്ചത് യദുല്ലു അലാ കത്റതി ഖൽഖിൽ ഖാലിഖ്, അള്ളാഹുവിന്റെ ധാരാളം സൃഷ്ടികളെ അറിയിക്കുന്ന ഒരു പദമാണത്. വതനവ്വുഇ അഷ്കാലിഹി, ആ സൃഷ്ടികളുടെ വൈവിധ്യങ്ങളെ സംബന്ധിച്ച്, വ്യത്യസ്തങ്ങളായ രൂപങ്ങളെ സംബന്ധിച്ച്, വ അൽവാനിഹി, വിവിധ ഇനങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ആ പദത്തിലൂടെ അള്ളാഹുവിന്റെ നാമവും ആ നാമം ഉൾക്കൊള്ളുന്ന വിശേഷണവും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ചെറുതും വലുതുമായ അനേകായിരം സൃഷ്ടികൾ, അവയിലെ വൈവിധ്യങ്ങൾ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന സംഗതിയാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ അത്യത്ഭുതകരമായ സവിശേഷതകളെയും കഴിവുകളെയും അംഗീകരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പ്രകീർത്തിക്കാതിരിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത രീതിയിൽ അത്ഭുതകരമാണ് ആ കാര്യങ്ങൾ ഓരോന്നും. കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ഭൂലോകത്ത്. ഇതിനകം മരിച്ചുപോയ ആളുകളെ കുറിച്ച് ആലോചിച്ചാലും അതിലും എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മളൊരു 10 ആളുകളെ ഒന്ന് രൂപകൽപ്പന ചെയ്താൽ 11ാമത്തേത് സ്വാഭാവികമായും വേറെ ഒന്നിനോട് കോപ്പിയായിരിക്കും, സാദൃശ്യപ്പെട്ടിരിക്കും. പക്ഷെ കോടാനുകോടി മനുഷ്യന്മാരുണ്ടായിട്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പോലെ അല്ല, തികച്ചും വ്യത്യസ്തമാണ് എന്നത് രൂപത്തിൽ, പ്രകൃതത്തിൽ, ശബ്ദത്തിൽ. സുബ്ഹാനല്ലാഹ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട സഹോദരൻ ഇപ്പോൾ ഏതെങ്കിലും നിലക്ക് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദത്തിലൂടെ നമ്മൾ തിരിച്ചറിയും അത് ഇന്ന വ്യക്തിയാണ് എന്ന്. അപ്പോൾ ആ ശബ്ദം പോലും വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും ഗന്ധവും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പോലീസ് നായ്ക്കളൊക്കെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മണം മറ്റൊരു മണത്തിൽ നിന്ന് വേറിട്ട് കൃത്യമായി ഓരോരുത്തരെയും തിരിച്ചറിയുവാൻ പാകത്തിൽ അള്ളാഹു വൈവിധ്യങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മുടെ വിരലുകളും കണ്ണുകളും കാതുകളും എല്ലാം വ്യത്യസ്തമാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും ഓരോരുത്തരെയും കൃത്യമായി തിരിച്ചറിയാനുള്ള, ഐഡന്റിഫൈ ചെയ്യുവാനുള്ള അടയാളങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ആ പടച്ച റബ്ബിന്റെ ഖുദ്റത്ത് അറിയാനും ആ റബ്ബ് നമ്മെ വീണ്ടും സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ അതിലൊരു അത്ഭുതം കൂടാതെ പൂർണ്ണമായി സമ്മതിക്കുവാനും ഒക്കെ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഒരു ബുദ്ധിയുള്ള, വിവേകമുള്ള ഏതൊരു മനുഷ്യനും സാധിക്കുമെന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇതേപോലെ നമുക്ക് ചുറ്റും കാണുന്ന മരങ്ങളും ചെടികളും എല്ലാം ആലോചിച്ചാൽ അവയിലുണ്ടാകുന്ന പൂക്കളും കായ്കളും ഇലകളും ഒക്കെ എല്ലാം വൈവിധ്യങ്ങളാണ്, വ്യത്യസ്തങ്ങളാണ്. കാഴ്ചയിൽ മാത്രമല്ല, അവയുടെ ഗുണങ്ങളിലും അവയുടെ സുഗന്ധത്തിലും. ചിലത് നമ്മൾ പ്രത്യേകതരം സൗകര്യങ്ങളോടുകൂടി അല്ലെങ്കിൽ സവിശേഷതകളോടുകൂടി കാണുമ്പോൾ വേറെ ചിലത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. ചില ചെടികളുടെ ഇല വല്ലാത്ത സ്മെല്ല് നമുക്ക് ദാനം ചെയ്യുമ്പോൾ, നമുക്ക് നൽകുമ്പോൾ വേറെ ചിലത് ദുർഗന്ധമായിരിക്കും ഉണ്ടാവുക. ചിലത് ഉപകാരപ്രദമായ ഏതെങ്കിലും തരത്തിലുള്ള ഔഷധങ്ങളാണെങ്കിൽ വേറെ ചിലത് നമ്മെ കൊന്നുകളയുന്ന വിഷങ്ങളായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവ തിരിച്ചറിയുവാനും ആസ്വദിക്കുവാനും ഒക്കെയുള്ള ശേഷി നമുക്ക് റബ്ബ് നൽകി എന്നത് അതും വലിയൊരു നിഅമത്താണ്, റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. സ്മെല്ലറിയാൻ പറ്റാത്ത സ്ഥിതി നമ്മളിൽ പല ആളുകളും പലപ്പോഴും അനുഭവിച്ച സംഗതിയാണ്. കൊറോണ കാലത്ത് അനുഭവിച്ച സംഗതിയാണ്. വേണ്ട, ശക്തമായൊരു ജലദോഷവും മൂക്കടപ്പും വന്നാൽ നമുക്ക് ജീവിതത്തിലെ പല സുഖങ്ങളും അവിടെ അന്യം നിന്ന് പോവുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി പോലും നമുക്ക് കിട്ടുകയില്ല. ആ ഭക്ഷണത്തിന്റെ സ്മെല്ല് സ്വാഭാവികമായും അതിന്റെ രുചിയിലേക്ക് നമ്മെ ആകർഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിലൊക്കെ പലതും അറിയാനും പഠിക്കുവാനും ചിന്തിക്കുവാനും ഉണ്ട് എന്നത് ആമുഖമായി ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസ്തുത, ഈ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പല പാഠങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മസലുല്ലദീ യഖറഉൽ ഖുർആൻ, സത്യവിശ്വാസിയായ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയെ സംബന്ധിച്ചും അല്ലാത്തവരെ സംബന്ധിച്ചും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താരതമ്യപ്പെടുത്തി ഉപമിച്ച് വിശദീകരിച്ച ആ ഹദീസിൽ വിശ്വാസിയായ ഒരു മനുഷ്യൻ ഖുർആൻ പാരായണം ചെയ്യുന്ന ശീലമുള്ള, സ്വഭാവമുള്ള വിശ്വാസികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൽ ഉത്റുജ്ജ, അയാളുടെ ഉപമ ഒരു മധുര നാരങ്ങയെ പോലെയാണ്.
ത്വഅമുഹാ ത്വയ്യിബുൻ വരീഉഹാ ത്വയ്യിബ്, അത് നല്ല രുചികരമായ ടേസ്റ്റ് ഉള്ളതാണ്. അതേപോലെ അതിന്റെ ഗന്ധം ആസ്വാദ്യകരമാണ്, നല്ലതാണ്. അഥവാ അകവും പുറവും ഒരുപോലെ നല്ലതാണ്. വിശ്വാസി ഖുർആൻ പാരായണം ചെയ്യുക എന്ന സ്വഭാവം കൂടി ഉള്ളവളാണെങ്കിൽ. വല്ലദീ ലാ യഖറഉൽ ഖുർആൻ, എന്നാൽ വിശ്വാസിയാണ് പക്ഷേ ഖുർആൻ ഓതുന്ന ശീലമില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കത്തംറ, ഈത്തപ്പഴം പോലെയാണ് അയാൾ. ത്വഅമുഹാ ത്വയ്യിബ്, അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ വലാ റീഹ ലഹാ, അതിന് സുഗന്ധമില്ല. ഇതേപോലെ വമസലുൽ ഫാജിർ, വേറെ ചില ഹദീസുകളിൽ റിവായത്തുകളിൽ വന്നതുപോലെ വമസലുൽ മുനാഫിഖ്, കപടവിശ്വാസിയുടെ ഉപമ അല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ഫാജിറായ അല്ലെങ്കിൽ കപടവിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഉപമ കമസലിർ റൈഹാന, ഒരു സുഗന്ധ ചെടിയെ പോലെയാണ്. അതിന് നല്ല സ്മെല്ലുണ്ട്. റീഹുഹാ ത്വയ്യിബ് വത്വഅമുഹാ മുർ, എന്നാൽ അത് വായിലെടുത്ത് വെച്ചാൽ നല്ല കയ്പായിരിക്കും. വമസലുൽ ഫാജിരി അല്ലദീ ലാ യഖറഉൽ ഖുർആൻ, എന്നാൽ കപടവിശ്വാസിയാണ്, തെമ്മാടിയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഭാവവും അയാൾക്കില്ല എങ്കിൽ കമസലിൽ ഹൻളല, അയാളുടെ ഉപമ ഹൻളലയെ പോലെയാണ്. ഹൻളല എന്ന് പറഞ്ഞാൽ മരുപ്രദേശങ്ങളിൽ കാണുന്ന കൊടും കയ്പുള്ള സുഗന്ധമില്ലാത്ത ഒരു തരം ചെടിയാണ്, ഒരു തരം കായയാണ്. ആട്ടങ്ങ എന്നൊക്കെ മലയാളത്തിൽ അതിന് പരിഭാഷ പറയാറുണ്ട്. ത്വഅമുഹാ മുർറുൻ വലാ റീഹ ലഹാ, അതിന് കയ്പാണുള്ളത്, അതിന് യാതൊരു സുഗന്ധവുമില്ല. ഇങ്ങനെ സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഈ വൈവിധ്യങ്ങൾ, അതിന്റെ പല സവിശേഷതകളും ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയ ഒരു കാര്യമാണ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ സുഗന്ധത്തെ പ്രത്യേകം പരാമർശിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. സുഗന്ധം പൊതുവിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. വീട്ടിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ സുഗന്ധം കിട്ടുന്നുവെങ്കിൽ അവിടെ ഇരിക്കാൻ നമുക്കൊരു മടുപ്പുണ്ടാവുകയില്ല, വെറുപ്പുണ്ടാവുകയില്ല, നല്ലൊരു അന്തരീക്ഷമായിരിക്കും. അതേപോലെ തന്നെ സംസാരവും പെരുമാറ്റവും ഒക്കെ അതുപോലെ ഹൃദ്യമാണ് എങ്കിൽ നമ്മുടെ മനം കവർന്ന് നമ്മൾ അവിടെ എത്ര വേണമെങ്കിലും ചെലവഴിക്കുവാൻ തയ്യാറാകും. ഇനിയും അത്തരം സദസ്സുകളിലേക്ക്, അത്തരം ആളുകളിലേക്ക് അവരെ കാണുവാനും അവിടെ കൂടുവാനും ഒക്കെ നാം ആഗ്രഹിക്കുകയും വീണ്ടും വീണ്ടും അതിന് നമ്മൾ ഓർക്കുകയും ചെയ്യാറുണ്ട്. വീടും പരിസരവും ഒക്കെ വൃത്തിയും സുഗന്ധവും നിറഞ്ഞതായിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. നമ്മുടെ വീടും പരിസരവും പള്ളിയും മുറ്റവും ഒക്കെ വൃത്തിയോടുകൂടി ഉണ്ടാകണമെന്ന് മാത്രമല്ല, അതിനും അപ്പുറം സുഗന്ധപൂർണമായ സുഗന്ധപൂരിതമായ ഒരു അവസ്ഥയുണ്ടാകണം. നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരവും എല്ലാം പ്രത്യേകം സൂക്ഷിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സാദുൽ മആദിൽ പ്രത്യേകം രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ്, അല്ലാഹു വിശുദ്ധനാണ്, അവൻ പരിശുദ്ധിയെ അല്ലെങ്കിൽ സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നു. നളീഫുൻ യുഹിബ്ബുൻ നളാഫ, അവൻ വൃത്തിയുള്ളവനാണ്, വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. കരീമുൻ യുഹിബ്ബുൽ കറം, അവൻ ഔദാര്യവാനാണ്, മാന്യനാണ്, മാന്യതയെ അവൻ ഇഷ്ടമാണ്. ജവാദുൻ യുഹിബ്ബുൽ ജൂദ്, ഔദാര്യവാനാണ് അല്ലാഹു, ഔദാര്യതയെ അല്ലാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫനളിഫു അഫ്നാഅകും വസാഹാതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളുടെ മുറ്റവും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കണം. വലാ തശബ്ബഹു ബിൽ യഹൂദ്, ജൂതന്മാരെ പോലെ നിങ്ങൾ സാദൃശ്യപ്പെടരുത്. അവരെന്താ ചെയ്യുന്നത്? യജ്മഊനൽ ഉഖുബ്ബ ഐ അസ്സുബാല ഫീ ദൂരിഹിം, അവർ അവരുടെ വീടുകളിലെ എല്ലാ വേസ്റ്റുകളും എല്ലാ മാലിന്യങ്ങളും ശേഖരിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് കൊണ്ടുപോയി വെക്കും. അവിടെ ദുർഗന്ധമായിരിക്കും, വൃത്തിയുണ്ടാവുകയില്ല. ഇതുപോലെ നിങ്ങൾ ആകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടാണ് ആ ഹദീസിലുള്ളത്. ആ ഹദീസിന്റെ പരമ്പരയിൽ ചില വിമർശനങ്ങളും അതേപോലെ തന്നെ നിരൂപണങ്ങളും പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ കാര്യം, അതിലെ ആശയം ശരിയാണ് എന്നതിൽ തർക്കമില്ല. കാരണം നിരവധി ഹദീസുകൾ ശുദ്ധിയെ സംബന്ധിച്ച്, സുഗന്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് കാണുവാൻ സാധിക്കും. അത്വഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഗന്ധം ഇഷ്ടമായിരുന്നു. ദുനിയാവിൽ അള്ളാഹു സൃഷ്ടിച്ച ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇഷ്ടം പ്രകടിപ്പിച്ച ഒന്നായിരുന്നു സുഗന്ധം എന്ന് കാണുവാൻ സാധിക്കും. നേരെ മറിച്ച് ദുർഗന്ധം വമിക്കുന്ന പരിസരമാണ് എങ്കിൽ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ വീട്, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം, നമ്മൾ കിടക്കുന്ന മുറി,
ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ദുർഗന്ധവും വൃത്തികേടുമാണ് എങ്കിൽ സ്വാഭാവികമായും നമുക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമുണ്ടാവുകയില്ല. നമ്മൾ അതുമായി ഇങ്ങനെ സമരസപ്പെട്ടു പോയാലും വേറൊരാൾ വരുമ്പോൾ അത് വല്ലാത്ത അരോചകമായിരിക്കും. അവിടെ ഇരിക്കുവാനും സമയം ചെലവഴിക്കുവാനും സാധാരണഗതിയിൽ ആരും താല്പര്യം കാണിക്കുകയില്ല. അതുകൊണ്ട് പ്രത്യേകം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും അവരുടെ ഇടപാടുകളും എല്ലാം പോലെ തന്നെ അവരുടെ ശരീരവും വസ്ത്രവും അവരുമായി ഇടപെടുന്ന പരിസരവും ഒക്കെ വൃത്തിയും സുഗന്ധം നിറഞ്ഞതുമാകാൻ പ്രത്യേകം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികളെ സ്വീകരിക്കുമ്പോഴും മറ്റുമൊക്കെ പ്രത്യേകം സുഗന്ധം പൂശിയിരുന്നതായി, സുഗന്ധം അവർക്ക് അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നതായി ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ സുഗന്ധം ആരെങ്കിലും സമ്മാനിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരസ്കരിക്കാറില്ല. അവിടുന്ന് പറഞ്ഞു, മൻ ഉരിള അലൈഹി ത്വയ്ബുൻ ഫലാ യറുദ്ദഹു, ആർക്കെങ്കിലും സുഗന്ധം നൽകുകയാണെങ്കിൽ അത് തിരസ്കരിക്കേണ്ടതില്ല. ഫഇന്നഹു ഖഫീഫുൽ മഹ്മൽ, അത് കൊണ്ടു നടക്കാൻ ഭാരമുള്ളതല്ലല്ലോ. അതേപോലെ തന്നെ ത്വയ്യിബുർ റീഹ്, നല്ല ഗന്ധമുള്ള മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഗുണകരമായ ആസ്വാദനം ലഭിക്കുന്ന സ്മെല്ലല്ലേ അതിനുള്ളത് എന്ന് ആ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇമാം അഹ്മദ്, നസായി, അബൂദാവൂദ് ഒക്കെ ഉദ്ധരിച്ച പ്രബലമായ ഹദീസാണ്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ മിക്കതും വ്യത്യസ്തങ്ങളാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതുപോലെ ഒറിജിനൽ കൃത്രിമമില്ലാത്ത സുഗന്ധങ്ങൾ കിട്ടൽ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറലായ അവസ്ഥ അവക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില പെർഫ്യൂമുകളുടെ സ്മെല്ല് ചില ആളുകൾക്കെങ്കിലും അരോചകമായിരിക്കും. മൈഗ്രെയിൻ പോലെയുള്ള പ്രയാസങ്ങളുള്ള അസുഖമുള്ള ആളുകൾക്ക് ആരെങ്കിലുമൊക്കെ സുഗന്ധമല്ലേ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടതല്ലേ, വെള്ളിയാഴ്ച അത് പുരട്ടൽ പ്രത്യേകം പുണ്യമുള്ളതല്ലേ, സുന്നത്തായ കാര്യമല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് തേച്ചു കൊടുത്താൽ അത് അയാളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇതുപോലെ സുഗന്ധത്തിന്റെ കാര്യത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പ്രത്യേകം നമ്മൾ മനസ്സ് വെക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ പ്രത്യേകം കുളിക്കുവാനും വൃത്തിയാക്കുവാനും സുഗന്ധം പൂശുവാനും ഒക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ അല്പസമയം ചെലവഴിക്കുന്ന സഹോദരന്, വിശ്വാസികൾക്ക് നമ്മളിൽ നിന്ന് അരോചകമായൊരു സ്മെല്ല് പോലും ഉണ്ടാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നത്തെ കാലത്ത് ദുർഗന്ധത്തിന് ഉപമയായി, ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉള്ളി തിന്നിട്ട് ആരും പള്ളിയിലേക്ക് വരരുത് എന്ന്. സുബ്ഹാനല്ലാഹ്, ഇന്നാണെങ്കിൽ ഉള്ളിയല്ല, അതിനേക്കാൾ അപ്പുറവും ക്ഷമിക്കാം, സഹിക്കാം എന്നുള്ളിടത്താണ്. പല ആളുകളും ഈ വിഷയത്തിലൊന്നും ശ്രദ്ധയില്ലാതെ ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം അത് അകറ്റണമെങ്കിൽ എന്തെല്ലാം മരുന്നുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒരു ഏലക്കയെങ്കിലും പൊട്ടിച്ച് അതിന്റെ തരി വായിലിട്ട് ചവച്ചാൽ ആ ദുർഗന്ധം നമുക്ക് അകറ്റാൻ പറ്റും. അതേപോലെ തന്നെ കച്ചോലക്കിഴങ്ങ് എന്ന് പറയുന്ന ആയുർവേദ കടകളിൽ കിട്ടാവുന്ന ചെറിയ ഒരു ആയുർവേദ കിഴങ്ങാണത്. അത് വായിലിട്ട് ചവച്ചാൽ വായുടെ ദുർഗന്ധം പോകുമെന്ന്. ഇങ്ങനെ നമുക്ക് പരിശീലിക്കുവാനും നമ്മുടെ പ്രയാസങ്ങൾ നീക്കുവാനും പറ്റുന്ന എമ്പാടും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും വായിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ വേറെ ചില ആളുകൾ പുകവലി എന്ന ദുശ്ശീലമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല എന്ന് പറയാൻ കൂടുതൽ റിസർച്ച് ചെയ്യുകയും പണ്ഡിതനാവുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്ന വിശേഷണം എന്താ? യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. വിശിഷ്ടമായ നല്ലതൊക്കെ ഇസ്ലാമിക ശരീഅത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകൻ അനുവദിച്ചു തന്നിട്ടുണ്ട്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. വൃത്തികേടുകളെല്ലാം, മോശപ്പെട്ട എല്ലാം ഇസ്ലാമിൽ നിഷിദ്ധമാണ്, വിലക്കിയിട്ടുണ്ട് എന്ന്. അതിന്റെ ആരോഗ്യപരമായ സാമ്പത്തികമായ നഷ്ടങ്ങളും നേട്ടങ്ങളും എന്തൊക്കെയാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ആരും നിസ്സംശയം പറയും, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിക്കും. പക്ഷെ ആ ദുശ്ശീലവുമായി പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുമ്പോൾ, സുജൂദിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ കൈകെട്ടി നിന്ന് ഫാത്തിഹയും അതേപോലെ മറ്റ് സൂറത്തുകളും ഒക്കെ ഓതുമ്പോൾ തൊട്ടടുത്ത് നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് അത് അരോചകവും പ്രയാസകരവുമാണെങ്കിൽ ഉള്ളി തിന്ന് പള്ളിയിലേക്ക് വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരൊറ്റ ഹദീസിലൂടെ നമ്മൾ അതിനെ ഒന്ന് ആലോചിച്ചാൽ, വിലയിരുത്തിയാൽ, നമ്മളിൽ നിന്ന്, നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന്
അതേപോലെ ചില ആളുകളുടെ വിയർപ്പിന് അസഹ്യമായ ഗന്ധമുണ്ടായിരിക്കും. അത് ആരുടെയും കുറ്റമല്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അതിനും സിമ്പിൾ ആയിട്ടുള്ള പ്രതിവിധികളുണ്ട്. ബാർബർ ഷോപ്പിലൊക്കെ ഉപയോഗിക്കാറുള്ള ആലം എന്ന് പറയുന്ന കല്ലുണ്ട്, ഒരു സ്റ്റോൺ, വെളുത്ത പാറക്കല്ല് പോലെയുള്ള, വെള്ളാരം കല്ല് പോലെയുള്ള ആ വെളുത്ത പദാർത്ഥം, ആ കല്ല് വെച്ച് നമ്മൾ കുളി കഴിയുമ്പോൾ ഒന്ന് നനച്ച് ശരീരത്തിൽ, പ്രത്യേകിച്ച് കക്ഷം പോലെയുള്ള ഭാഗങ്ങളിൽ ഒന്ന് ഉരസിക്കഴിഞ്ഞാൽ ആ ദുർഗന്ധം പോകുമെന്ന്. ഇങ്ങനെ ഇസ്ലാമികമായി ചിന്തിച്ചാൽ ഒരിക്കലും അതിനെ നമുക്ക് മോശമായി അല്ലെങ്കിൽ അതൊരു അലംഭാവത്തോടുകൂടി നിസ്സാരമായി കണ്ട് തള്ളാൻ കഴിയാത്ത രീതിയിൽ ശുദ്ധിയുടെയും മറ്റുള്ളവരുടെ മാനസികമായ അസ്വസ്ഥതകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ വൃത്തിയും അതിൻ്റെതായ പരിശുദ്ധിയും സൂക്ഷിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കുളിച്ച് വൃത്തിയായി വരുന്ന ആളുകളായിരിക്കും, പക്ഷെ അവർ ധരിച്ചിരിക്കുന്ന സോക്സ്, അതേപോലെ ചില പ്രത്യേകതരം ലെതറുകളുടെ ഷൂ, അതിലൊക്കെ സ്മെല്ല് വരുന്നത് അവർക്ക് തന്നെ അറിയാം, അവരുടെ വീട്ടുകാരും ചിലപ്പോൾ പറയുന്നുണ്ടാകും. പക്ഷേ ആ സോക്സും ഷൂവും അഴിച്ചു വെച്ച് പള്ളിയിലേക്ക് കാല് കയറേണ്ടതിന് പകരം സോക്സിൽ തടവാമല്ലോ എന്ന ആ ന്യായവും വെച്ച് ഈ വൃത്തികെട്ട വസ്ത്രവുമായി ഒരാൾ വന്ന് നിസ്കരിക്കുമ്പോൾ അയാളുടെ ആ കാലിന്റെ ചുവട്ടിലായിരിക്കും ബാക്കിൽ നിന്ന് നമസ്കരിക്കുന്നവന്റെ തല കൊണ്ടുപോയി വെക്കുന്നത്. അയാളുടെ മനസ്സ് എത്ര കണ്ട് വേദനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നത് ആരും ചിന്തിക്കാറില്ല. ഇതൊക്കെ നിസ്സാര സംഗതിയായി നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ഇബാദത്തുകളിൽ തന്നെ വല്ലാത്ത കുറവ് വരുത്തുന്ന, ചിലപ്പോൾ സ്വർഗം തേടി സ്വർഗം മോഹിച്ച് വരുന്ന നമുക്ക് നരകം തേടി നരകം വാങ്ങിക്കൊണ്ടു പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രയാസകരമായ സംഗതിയാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ആ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഗന്ധം. അത് ചിലപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സുഗന്ധമായി തോന്നായെങ്കിലും മറ്റുള്ളവർക്ക് അരോചകമാകുന്ന കുത്തുന്ന സ്മെല്ലുള്ള ആളുകളുടെ, മൈഗ്രെയിൻ പോലെയുള്ള അസുഖമുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള സുഗന്ധം ആരുടെയും ശരീരത്തിൽ നമ്മൾ തേച്ചു കൊടുക്കേണ്ടതില്ല. നമ്മുടെ പള്ളിയിലൊക്കെ സുഗന്ധങ്ങളുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് പെരട്ടാം. ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഓരോ ഹദീസുകളും നമ്മൾ വായിക്കുമ്പോൾ, ഈ ഒരു വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ ആ സുഗന്ധത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യവും അത് മനുഷ്യ മനസ്സിനെ എത്ര കണ്ട് ആകർഷിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. ഖബറിലെ സ്ഥിതിവിശേഷങ്ങൾ വിവരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയാണെങ്കിൽ ആ മയ്യിത്തിനെ നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെച്ച് തിരിച്ചു പോരുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം അയാളിലേക്ക് അടിച്ചു വീശുമെന്നാണ്. ത്വയ്യിബുർ റീഹ്, ആ സുഗന്ധം, നല്ല പരിമളം അയാൾക്ക് അവിടെ നിന്ന് കിട്ടും. അതേപോലെ അയാളെ ലക്ഷ്യമാക്കി ഒരാൾ കടന്നു വരും. സുമ്മ യഅതീഹി ആത്തിൻ, ഏറ്റവും നല്ല സുന്ദരമായ മുഖത്തോടുകൂടി, ഏറ്റവും വൃത്തിയുള്ള വസ്ത്രത്തോടുകൂടി, ഏറ്റവും നല്ല സുഗന്ധത്തോടുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിക്ക് ഖബറിൽ ഉണ്ടാകുന്ന അനുഭവം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ, അവിശ്വാസിയായ ദുർമാർഗിയായ തെമ്മാടിയായ രീതിയിൽ ജീവിച്ച് മരിച്ച മനുഷ്യനാണെങ്കിൽ അയാളെ സംബന്ധിച്ച് പറഞ്ഞത് ഇതിന്റെ നേരെ വിപരീതമായിരിക്കും. മുൻതിനുർ റീഹ്, അങ്ങേയറ്റം ദുർഗന്ധമായിരിക്കും അയാളുടെ ഖബറിൽ ഉണ്ടാകുന്നത്. അയാളെ കാണാൻ വരുന്ന ആളും വിരൂപിയായിരിക്കും, വൈകൃത നിറഞ്ഞതായിരിക്കും അയാളുടെ കോലവും അതേപോലെ വസ്ത്രവും. അയാളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടാകുമെന്നാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ വിശാലമായ എല്ലാ തലങ്ങളെയും ഒപ്പിയെടുക്കുന്ന രീതിയിൽ നമ്മെ പഠിപ്പിച്ചു. മസലുൽ ജലീസി സ്വാലിഹ് വൽ ജലീസി സൂ, നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉപമ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ, കസ്തൂരി വിൽക്കുന്ന കസ്തൂരി വാഹകനെ പോലെയാണ് നല്ല കൂട്ടുകാരന്റെ ഉപമ. ചീത്ത കൂട്ടുകാരന്റെ ഉപമ, രാവിലെ അയാൾ വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറി ഉലയിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ദീർഘനേരം ചെലവഴിച്ച് ആ ഉലയിലും അടുപ്പിലുമൊക്കെ ആയി കഴിയുന്ന ഒരു കൊല്ലനെ പോലെയാണ്. ഫഹാമിലുൽ മിസ്ക്, കസ്തൂരി വാഹകനാണ് എങ്കിൽ, കസ്തൂരി കൊണ്ട് നടക്കുന്ന, സുഗന്ധം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇമ്മ അൻ യുഹദിയക്, നിനക്ക് ഒന്നുകിൽ അയാൾ ആ സുഗന്ധം നിനക്ക് സാമ്പിളായി ഒന്ന് പുരട്ടിത്തരും. വ ഇമ്മ അൻ തബ്തഅ മിൻഹു, അല്ലെങ്കിൽ വില കൊടുത്ത് നിനക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, നീ ഇനി വില കൊടുത്ത് വാങ്ങിച്ചൂല, നിന്റെ കയ്യിൽ പുരട്ടി തന്നില്ല എങ്കിൽ പോലും അയാളുടെ പരിസരത്ത് നിൽക്കുമ്പോൾ വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രക്രിയക്ക് സാക്ഷിയായി പരിസരത്ത് നിനക്കുണ്ടെങ്കിൽ നല്ല സുഗന്ധം നിനക്ക് കിട്ടും. ഇതാണ് നല്ല കൂട്ടുകാരന്റെ ഉപമ. നല്ലത് മാത്രമേ അയാളിൽ നിന്നുണ്ടാവുകയുള്ളൂ. എന്നാൽ മോശം കൂട്ടുകാരനാണെങ്കിലോ അയാളുടെ ഉപമ നാഫിഹുൽ കീർ,
ഉലയിൽ ഊതുന്ന കൊല്ലനെ പോലെയാണ് എന്ന് പറഞ്ഞില്ലേ. അയാളുടെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറി സ്വാഭാവികമായും ദീർഘനേരം ചൂടും അതേപോലെ തന്നെ പുകയും കരിയും ഒക്കെയായി അയാൾ ജീവിക്കുമ്പോൾ അയാളിൽ നിന്ന് വിയർപ്പുണ്ടാകും. അയാളുടെ ആ അടുപ്പിൽ നിന്ന് ഇമ്മാ അൻ യുഹ്രിക സിയാബക്, തീപ്പൊരികൾ പാറി നിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അന്ന് വന്ന് അപകടങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. വ ഇമ്മാ അൻ തജിദ റീഹൻ ഖബീസ, അല്ലെങ്കിൽ വൃത്തികെട്ട അരോചകമായ ഗന്ധമായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന്. ഇതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും പരിസരം ശുദ്ധിയോടുകൂടി തന്നിൽ നിന്ന് നല്ലത് മാത്രം മറ്റുള്ളവർക്ക് കിട്ടാൻ, എന്നിൽ നിന്ന് ഞാൻ കാരണത്താൽ ഒരു പ്രയാസവും, അത് മാനസികമായ വേദനയാണ് എങ്കിൽ പോലും ശാരീരികമായ പ്രയാസങ്ങൾക്കപ്പുറത്ത് അയാൾക്ക് ഒരു അലോസരമുണ്ടാക്കുന്ന സംഗതിയാണെങ്കിൽ പോലും എന്നിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കേണ്ടവനാണ് വിശ്വാസിനി. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ സുഗന്ധത്തെ സംബന്ധിച്ച്, പെർഫ്യൂമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത കൂട്ടത്തിൽ അതിന്റെ ആത്മീയവും ഭൗതികവുമായ കുറെ നേട്ടങ്ങൾ, ശാരീരികവും മാനസികവുമായ അതിന്റെ നന്മകൾ, ഓരോ മനുഷ്യനും കിട്ടുന്ന ഊർജവും ഉണർവും ഉന്മേഷവും ഒക്കെ, അങ്ങനെ പല ഗുണങ്ങളും വിശദീകരിച്ചുകൊണ്ട് സാദുൽ മആദിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഫസ്ലുൻ ഫീ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഫീ ഹിഫ്ളി സിഹ്ഹതി ബിത്വയ്യിബ്, സുഗന്ധത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ അതിന്റെ പങ്ക് എങ്ങനെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നാൽ അറിവില്ലായ്മ കൊണ്ടോ വേണ്ട പോലെ ആ വിഷയത്തെ ഗൗനിക്കാത്തത് കൊണ്ടോ നമ്മൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വിഷയം വലിയ കാര്യമായി ശ്രദ്ധിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച ആ കാര്യങ്ങളിൽ പ്രത്യേകം പറഞ്ഞു, അൽ മലായികത്തു തുഹിബ്ബുഹു, സുഗന്ധത്തെ അല്ലാഹുവിന്റെ മലായികത്തുകൾക്ക് ഇഷ്ടമാണ്. വശയാതീനു തൻഫറു അൻഹു, പിശാചുക്കൾ ആ സ്ഥലങ്ങളിൽ നിന്ന് ഓടി അകലും. അതേപോലെ തന്നെ വഅഹബ്ബു ശൈഇൻ ഇല ശയാതീനി അർറായിഹത്തുൽ മുൻതിന അൽ കരീഹ, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദുർഗന്ധമാണ്, ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത, ആളുകളെ അലോസരപ്പെടുത്തുന്ന ഗന്ധമാണ്. വഅർവാഹു ത്വയ്യിബ യുഹിബ്ബു റായിഹ അത്വയ്യിബ, നല്ല ആത്മാക്കൾ, നല്ല മനുഷ്യന്മാർ, അവർ സുഗന്ധം ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യും. വൽ അർവാഹുൽ ഖബീസ തുഹിബ്ബു റായിഹത്തൽ ഖബീസ, എന്നാൽ മോശം ആത്മാക്കളാണെങ്കിൽ അവർക്ക് സുഗന്ധമല്ല ദുർഗന്ധത്തോടായിരിക്കും ആഗ്രഹം, ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരത്തുള്ള ആളുകൾക്ക് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മലായിക്കത്തുകൾ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഈ സദസ്സുകളിൽ, പള്ളികളിലൊക്കെ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ഇന്നൽ മലായിക്കത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, ആദമിന്റെ മക്കൾ മനുഷ്യന്മാർക്ക് പ്രയാസകരമായതൊക്കെ, അത് മോശം സ്മെല്ലാണ് എങ്കിലും മോശമായ വാക്കുകളാണ് എങ്കിലും മലക്കുകൾക്കും അത് ശല്യമായിരിക്കും. ഈ ഹദീസ് പറയുന്നത് എപ്പോഴാ? നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉള്ളി തിന്നുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ അതിന്റെ ഭാഗമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഗന്ധം ഇഷ്ടമായിരുന്നു എന്നതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിമളം സ്വഹാബികൾ വിശദീകരിച്ചത് ദുനിയാവിൽ കസ്തൂരിയേക്കാൾ വിലയുള്ള, മൂല്യമുള്ള പരിമളമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. പ്രവാചകന്റെ കൈക്കൊന്ന് ഷെയ്ക്കാൻഡ് കൊടുത്താൽ ആ കയ്യിൽ സുഗന്ധമായിരുന്നു നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചത്. സ്വഹാബത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇദാ ഖറജ മിൻ ബൈതിഹി ഇലൽ മസ്ജിദ്, തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് അദ്ദേഹം പുറപ്പെട്ടാൽ അയൽവക്കത്തുള്ള ആളുകൾക്ക്, ആ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഇബ്നു മസ്ഊദ് ഈ വഴിയിലൂടെ പോയിട്ടുണ്ട് എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക പരിമളം, അദ്ദേഹത്തിൻ്റെതായ ആ സുഗന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. മതപരമായി പ്രത്യേകം പുണ്യമുള്ള സന്ദർഭങ്ങളുണ്ട്. ജുമാ ദിവസം കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി പള്ളിയിലേക്ക് നേരത്തെ വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പെരുന്നാളിന് ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോൾ അപ്പോഴും പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ നമ്മുടെ ശുദ്ധിയും അതിനേക്കാൾ ഉപരി ആളുകൾക്ക് നമ്മളോട് അടുപ്പവും സ്നേഹവും തോന്നുന്ന, നമ്മളെ കേൾക്കുവാനും നമ്മളുമായി ഇരിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു പരിസരം സൃഷ്ടിക്കുവാൻ പറ്റുന്ന രീതിയിലാണ് ഇസ്ലാമിന്റെ അത്തരം അധ്യാപനങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين
സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് അഅറാഫിലെ 32-ാമത്തെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി. അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് വേണ്ടി, അടിമകൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ച അലങ്കാര വസ്തുക്കൾ, അതേപോലെ വത്വയ്യിബാത്തി മിനർ റിസ്ക്, വിശിഷ്ടമായ ഉപജീവനങ്ങൾ, അത് നിഷിദ്ധമാക്കാൻ ആരുണ്ട്? ആർക്കാണ് അതിന് അധികാരം? അഥവാ അത് നിഷിദ്ധമല്ല എന്നർത്ഥം. ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ. പറയൂ പ്രവാചകരെ, ദുനിയാവിൽ അത് വിശ്വാസികൾക്കുള്ളതാണ്. സത്യവിശ്വാസികളായ ആളുകൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, അള്ളാഹു നിഷിദ്ധമാക്കാത്ത അലങ്കാരങ്ങളൊക്കെ ഉപയോഗിക്കാം. ഖാലിസത്തൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർക്ക് മാത്രമുള്ളതാണ്. ദുനിയാവിൽ വിശ്വാസിയല്ലാത്തവരും അതിൽ ഷെയർ ചേരാറുണ്ട്, പങ്കുപറ്റാറുണ്ടെങ്കിലും പരലോകത്ത് ഈ അനുഗ്രഹങ്ങളൊക്കെ വിശ്വാസികൾക്ക് മാത്രമാണ്. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇപ്രകാരം നമ്മൾ വചനങ്ങൾ വിശദീകരിക്കുന്നു എന്നാണ് ആ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹു അനുവദിച്ച അലങ്കാരങ്ങളിൽ പെട്ടതാണ് വസ്ത്രവും അതേപോലെ സുഗന്ധവും ഭക്ഷണവും ഒക്കെ. എന്നാൽ അതിന് ചില പരിധികളും ചിട്ടവട്ടങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് പാലിക്കാൻ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ സുഗന്ധം അവർക്കുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് ഹദീസുകളിൽ കാണാം, ആണുങ്ങളും പെണ്ണുങ്ങളും ഉപയോഗിക്കുന്ന സുഗന്ധങ്ങൾ പ്രത്യേകം തന്നെ ഹദീസുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ സുഗന്ധം പൂശാൻ പാടില്ല എന്നൊരു തെറ്റിദ്ധാരണ വേണ്ടതില്ല. അവർ ആളുകളെ നാറ്റിച്ച് മോശപ്പെട്ട ഒരു ദുർഗന്ധത്തിലൂടെ കഴിയേണ്ടവരാണ് എന്നൊരു കൺസെപ്റ്റ് അല്ല ഇസ്ലാമിലുള്ളത്. എന്നാൽ ഇസ്ലാം ചില അതിർവരമ്പുകളും ചില മുൻകരുതലുകളും നിയമങ്ങളും അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നൽകിയിട്ടുണ്ട് എന്നതും സത്യമാണ്. എന്നാൽ അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ, അവരുടെ അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് ഏത് തരത്തിലുള്ള പെർഫ്യൂമും ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന സുഗന്ധത്തെ സംബന്ധിച്ച് പറഞ്ഞു, തീബുർ റജുൽ മാ വുജിദ റീഹുഹു വലം യൽഹർ ലൗനുഹു. പുരുഷന്മാർ ഉപയോഗിക്കുന്ന സുഗന്ധം എന്ന് പറയുന്നത് അതിന്റെ സുഗന്ധം മികച്ചു നിൽക്കും. അത് മറ്റുള്ളവരിലേക്ക് സുഗന്ധം ആസ്വദിക്കുവാൻ പറ്റുന്ന രീതിയിൽ മികച്ച സ്മെല്ലായിരിക്കും. പക്ഷെ അതിന്റെ നിറം അത്ര കണ്ട് തെളിഞ്ഞു കാണുകയില്ല. എന്നാൽ വഇന്ന തീബൻ നിസാ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ സുഗന്ധം മാ ലഹറ ലൗനുഹു വലം വഖഫിയ റീഹുഹു, സ്മെല്ല് ലൈറ്റ് ആയതും കളർ മികച്ചു നിൽക്കുന്നതുമാണ്. അപ്പൊ സ്ത്രീകൾക്ക് സുഗന്ധമുണ്ട്, അവർക്കത് ഉപയോഗിക്കാം. സ്ത്രീകൾ മാത്രമുള്ള, അവർ മാത്രം സമ്മേളിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് സുഗന്ധം പൂശാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയൊക്കെ പറഞ്ഞൊരു കാര്യം, അതിർവരമ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ, അവർ ആ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ആകർഷിക്കുകയും തന്റെ സ്മെല്ല് അവരുകൂടി ഒന്ന് എടുത്ത് അവർ തന്നെ ഒന്ന് പ്രത്യേകം നോക്കുന്ന, അവസരം കിട്ടിയാൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരുടെ മനസ്സിൽ ആഗ്രഹം തോന്നുന്ന അത്തരം അവസ്ഥയിലാണെങ്കിൽ അത് തീർത്തും തെറ്റാണ്, പാടില്ലാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലെങ്കിൽ പോലും വിവേകമുള്ള മനുഷ്യന്മാരൊക്കെ അംഗീകരിക്കും. തന്റെ ഭാര്യയെ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുമെങ്കിൽ, അവളുടെ സംസാരം കണ്ടുകൊണ്ട് അവളുടെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു മോഹത്തോടുകൂടി നടക്കുന്നു എന്നറിഞ്ഞാൽ തന്റെ ഇടമുള്ള, ആണത്തമുള്ള, വിവേകമുള്ള ഏതൊരു പുരുഷനാണത് തൃപ്തിപ്പെടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രേ പറഞ്ഞിട്ടുള്ളൂ, അയ്യുമംറഅത്തിൻ ഇസ്തഅതറത്, ഏതൊരു പെണ്ണ് സുഗന്ധം പൂശിക്കൊണ്ട് ഫമറത് അലാ ഖൗമിൻ, ആളുകൾക്കിടയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ, ലിയജിദൂ മിൻ റീഹിഹ, അവിടെ നിയ്യത്തിന് എന്താ, എന്റെ സ്മെല്ല് ആളുകൾക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി ആണുങ്ങൾ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള സുഗന്ധം പൂശി പുറത്തിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ ഫഹിയ സാനിയ, അവൾ വേശ്യയാണ് എന്നാണ്, വ്യഭിചാരിണിയാണെന്നാണ്. അഥവാ ആ വൃത്തികേടുകളിലേക്ക് കൂട്ടുനിൽക്കുന്ന, അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നവളെ പോലെയാണ് എന്നാണ്. പക്ഷെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിനെ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ ഉരുട്ടി പെരട്ടി
പറഞ്ഞ് അത് മോശമായ സംഗതിയാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കമന്റുകൾ കേൾക്കുവാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ ചീഞ്ഞു നാറി അഴുക്കോടുകൂടി നടക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവർക്കും നേരത്തെ പറഞ്ഞ എല്ലാ വൃത്തിയും സുഗന്ധവും ഒക്കെ ബാധകമാണ്. പക്ഷെ അവർക്ക് ഇതിന്റെ പേരിൽ കൂടുതൽ ഫിത്നയിലേക്ക് പോകുന്ന സദ്ദു ദരീഅ എന്നത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. തിന്മയുടെ അപകടങ്ങളുടെ വഴികൾ ബന്ധിക്കുക എന്നത്. അപ്പോൾ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പെർഫ്യൂം ഉപയോഗിക്കുന്നുവെങ്കിൽ, കൂടിയ തരത്തിലുള്ള സ്മെല്ലാണെങ്കിൽ അവർ ഭർത്താവിന്റെ മുന്നിൽ, അവരുടെ കുടുംബത്തിൽ, വീടിന്റെ അകത്ത് അവർക്ക് ഉപയോഗിക്കാം. മറ്റുള്ളവരുമായി ഇടകലരുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ, യാത്രയിൽ ഒക്കെ ലൈറ്റ് സ്മെല്ലുള്ളത് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അല്ല എങ്കിൽ അതിന്റെ അപകടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് ഫിത്നയിലേക്ക്, അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ അപകടങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്ലാമിന്റെ നിയമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും എന്ന് മനസ്സിലാക്കി ദീനിന്റെ വൃത്തങ്ങൾക്ക് ഉള്ളിലേക്ക് കയറി നിൽക്കുവാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങൾ ശരിയായി പഠിക്കുവാനും അത് ജീവിതത്തിൽ കൃത്യമായി പുലർത്തുവാനും നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.